ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല സിമ്പിളായിട്ടുള്ള ടേസ്റ്റി കേക്കാണ്. ഇതിന് ഓവനും ബീറ്ററും ഒന്നും ആവശ്യമില്ല. ഇപ്പം എല്ലാവരുടെ വീടുകളിലും ഓവനും ബീറ്ററും ഒന്നും ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് നമുക്ക് എങ്ങനെ മിക്സിയിൽ കുക്കറിൽ വെച്ചിട്ട് സിമ്പിളായിട്ട് കേക്ക് തയ്യാറാക്കാമെന്നാണ് ഇന്ന് നോക്കുന്നത്. ഇത് വളരെ ഈസിയാണ്. കേക്ക് ഉണ്ടാക്കാൻ അറിയാത്ത ബിഗിനേഴ്സിന് വരെ ചെയ്യാൻ പറ്റുന്ന അത്രയും സിമ്പിളായിട്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത്. ഇതിന് വേണ്ടത് മൈദയാണ്. 1.5 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ. പിന്നെ വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ എടുക്കണം. ഇത് ടീസ്പൂണാണ് പറയുന്നത്, ടേബിൾ സ്പൂൺ അല്ല, അത് ശ്രദ്ധിക്കണം. പിന്നെ ഉപ്പ് 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ്. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 4 പ്രാവശ്യം അരിപ്പയിലൊന്ന് അരിച്ചെടുക്കണം. നമ്മൾ ചേർത്ത് ഈ പൊടികളൊക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കിട്ടാനാണ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. ഒരു 4 പ്രാവശ്യമെങ്കിലും മിനിമം ഇത് അരിച്ചെടുക്കണം. എന്നാലാണ് കേക്ക് നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ. ഇതുവരെ കേക്ക് ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്ത എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഐറ്റമാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. ഇതേ അളവിലെല്ലാം എടുക്കുകയാണെങ്കിൽ ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല ഈ കേക്ക്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഓരോ കപ്പിൻ്റെ അളവ് പറയുന്നത് കേക്ക് ഉണ്ടാക്കുന്ന മെഷർമെൻറ്റ് കപ്പാണ്. ഒരു കപ്പ് എന്ന് പറയുന്നത് 200 ml കണ്ടൻറ്റുള്ള കപ്പാണ്. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള ടീ കപ്പുകൾ പല സൈസായിരിക്കും. അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അളവുകൾ ആകെ മാറിപ്പോവും. അതൊന്ന് ശ്രദ്ധിക്കണം. അളവ് കപ്പുകൾ എപ്പോഴും കൃത്യമായിട്ട് തന്നെ എടുക്കണം. ഇനി ഇതിലേക്ക് 4 മുട്ട വേണം. പിന്നെ സൺഫ്ലവർ ഓയിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്, 1/4 കപ്പ്. വേറെ ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം, വെളിച്ചെണ്ണ എടുക്കരുത്. പിന്നെ പഞ്ചസാര 1/4 കപ്പ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇത് പൊടിച്ച പഞ്ചസാര അല്ല, അതുകൊണ്ട് ഒന്ന് മിക്സിയിലിട്ട് പൊടിക്കാം. 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചാൽ 1 കപ്പ് പഞ്ചസാര പൊടി കിട്ടും നമുക്ക്. ഇനി ഇത് നന്നായി പൊടിച്ചതിന് ശേഷം ആ മിക്സിയിലെ ജാറിലോട്ട് തന്നെ മുട്ട പൊട്ടിച്ചൊഴിക്കാം. 4 മുട്ടയും ഒന്നിച്ച് പൊട്ടിച്ചൊഴിച്ചു. ഇനി അത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സിയുടെ ജാറിലൊന്ന് കുറച്ചധികം നേരം അടിച്ചെടുക്കണം. ബീറ്റർ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പം ബീറ്റർ ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് മിക്സിയുടെ ജാറിൽ അടിക്കുന്നത്. ഇപ്പം നന്നായി പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഒന്നും കൂടെ നന്നായി അടിച്ചെടുക്കാം. മിക്സിയുടെ ഏറ്റവും വലിയ ജാറ് വെക്കുകയായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഇത് തെറിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നന്നായി മിക്സ് ആയതിനു ശേഷം വാനില എസൻസ് ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം. വാനില എസൻസ് ഇല്ലെങ്കിൽ ഏത് എസൻസ് ആയാലും കുഴപ്പമില്ല, പൈനാപ്പിൾ എസൻസോ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൻ്റെ എസൻസ് ഒരു 2 ടീസ്പൂൺ ചേർത്ത് ഒന്നും കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ മിക്സിയുടെ ആവശ്യം കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുന്ന ബൗളിലേക്ക് ഒഴിച്ചെടുത്തത് ഇനി നമ്മൾ അരിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അത് കുറേശ്ശെ ഇട്ടിട്ട് ഇതിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒന്നിച്ച് പൊടികൾ ചേർക്കണ്ട, ഓരോ സ്പൂണിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ അത് കട്ട കെട്ടിപ്പോവും. കുറേശ്ശെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അധികം കട്ടയില്ലാതെ നന്നായി അലിയിച്ചെടുക്കണം. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഈ ടീ കേക്ക് എന്നൊക്കെ പറയുന്ന അതേ ടേസ്റ്റുള്ള ഒരു കേക്കാണ്. ഇതിപ്പോൾ ഇതിൻ്റെ മുകളിൽ തന്നെയാണ് നമ്മൾ സാധാരണ ഐസിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന അതേ സെയിം ബേസ് കേക്ക് തന്നെയാണിത്. ഇനി നമുക്കതൊരു പാനിലേക്ക് ഒഴിക്കാം. അതിനായി ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിൽ പുരട്ടി കുറച്ച് മൈദപ്പൊടി ഇട്ടൊന്ന് തട്ടിയെടുക്കണം. നമ്മുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് ഈ ബേക്കിംഗ് ട്രേയുടെ അളവിന് കട്ട് ചെയ്ത് നടുവിൽ ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇതുപോലെ ആയാലും ചെയ്താൽ മതി. കേക്കിൻ്റെ ബാറ്റർ ഈ ബേക്കിംഗ് ട്രേയിലേക്ക് വെച്ചതിന് ശേഷം നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം, അതിൻ്റെ എയർ ഹോൾസൊക്കെ പോകാനായിട്ട്. ഇനി ഒരു കുക്കർ സ്റ്റൗമ്മേ നമുക്ക് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇതുപോലെ ഒരു സ്റ്റാൻഡ് വെക്കാൻ മറക്കരുത്. നമ്മുടെ ബേക്കിംഗ് ട്രേ വെക്കുന്നതിന് മുന്നേ ഒരു കുഞ്ഞ് സ്റ്റാൻഡ് അതിനുള്ളിൽ വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു കുഞ്ഞ് പ്ലേറ്റ് വെക്കണം. ഡയറക്റ്റ് ബേക്കിംഗ് ട്രേ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കരുത്, അടി കരിഞ്ഞു പോകും. അപ്പോൾ പ്രീ ഹീറ്റ് ഒരു 5 മിനിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഒഴിച്ച് വെച്ചിരിക്കുന്ന ഈ ബേക്കിംഗ് ട്രേ ഇതിലേക്ക് വെക്കാം. ഇനി അത് അടച്ച് അതിന് മുകളിൽ ഒരു വെയിറ്റ് കയറ്റി വെച്ചിട്ട് കുക്കർ ഏറ്റവും മിനിമം സിമ്മിലിട്ട് വെക്കണം. 45 മിനിറ്റോളം എടുക്കും ഇതൊന്ന് വേകാനായിട്ട്.
ഒരു ചെറിയൊരു ടൂത്ത് പിക്കോ എന്തെങ്കിലും ഒരു സ്റ്റിക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കണം. അപ്പം ക്ലീൻ ആയിട്ട് സ്റ്റിക്ക് വരികയാണെങ്കിൽ അത് വെന്തിട്ടുണ്ട്. 45 മിനിറ്റ് ശരിക്കും എടുത്തിട്ടുണ്ട് ഇത് വേകാനായിട്ട്. ഇപ്പോൾ ഓരോ സ്റ്റൗവിൻ്റെ ചൂടനുസരിച്ച് അതിൻ്റെ സമയം വ്യത്യാസപ്പെട്ടിരിക്കും. 40 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നമുക്കതൊന്ന് ഉയർത്തി ചെറുതായി കുത്തി നോക്കിയിട്ട് പിന്നെ കൂടുതൽ സമയം വേണമെങ്കിൽ വെച്ചാൽ മതി. ഇപ്പോൾ കേക്ക് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കിത് പുറത്തെടുത്ത് ചൂടാറിയതിന് ശേഷം മാത്രം ഇളക്കിയെടുക്കാം. അതിനുവേണ്ടി പുറത്തേക്ക് എടുത്ത് വെക്കാം. ഇത് ചൂടാറി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി നമ്മുടെ ടേസ്റ്റിയായി കേക്ക് ഇവിടെ തയ്യാറായി. കേക്ക് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്ത എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യണം. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. കണ്ട വളരെ സോഫ്റ്റും നല്ല ഫ്ലഫി ആയി വന്നിട്ടുള്ള കേക്കാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി കമൻറ്റ്സ് അറിയിക്കുക. താങ്ക് യു.